ഈശോമിശിഹായിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഈസ്റ്ററിൻ്റെ വീഡിയോ വെഞ്ചരിപ്പ് നടക്കുന്ന സമയമാണ്. അപ്പോൾ വീഡിയോ വെഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചേച്ചി വിളിക്കുന്നത്. വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ പറയാമെന്ന് പറയുന്നത് വീഡിയോ വെഞ്ചരിപ്പ് എങ്ങനെയും അറേഞ്ച് ചെയ്യണമല്ലോ, അതിനു വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് ഉണ്ടായിരുന്നവർ അത് നേരത്തെ ചെയ്യാമെന്ന് ഏറ്റു. ഇന്നലെ കൊണ്ട് തീർന്നു. അപ്പോൾ അങ്ങനെ തീരുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഏറ്റെടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അതിനുശേഷം എനിക്ക് പനി പിടിച്ചു. എനിക്കൊന്നും ഒരുങ്ങാനായിട്ട് പറ്റിയില്ല. ശരിക്കും ഒന്നിരുന്ന് ഒരുങ്ങാനായിട്ട് എനിക്ക് സാധിച്ചില്ല. ഇന്നലെ രാത്രിയിൽ ഇരുന്ന് എനിക്ക് തോന്നിയ ചില പ്രചോദനം അനുസരിച്ചാണ് ഞാനിന്ന് പറയുക. അപ്പോൾ ഇത് ശരിക്കും എൻ്റെ ഒരു വചന പ്രഘോഷണമല്ല. തമ്പുരാൻ തരുന്നത് ഞാൻ അതുപോലെ നിങ്ങൾക്ക് തരാനായിട്ട് പരിശ്രമിക്കുകയാണ്. ഇത് ചിലപ്പോൾ ഇത് പറയേണ്ട സ്ഥലം ഇതാണോ അല്ലെങ്കിൽ ഇതെങ്ങനെയാണോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് തമ്പുരാനെ വിട്ടുകൊടുക്കുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് നിങ്ങളെ ഓരോരുത്തരെയും. നമുക്ക് ഞാൻ ഫിലോമിന ചേച്ചിയോട് ചോദിച്ചു എന്താണ് സബ്ജക്റ്റ് പറയേണ്ടത്. കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോൾ എനിക്കൊരു സബ്ജക്റ്റ് തന്നിരുന്നു. ആ സബ്ജക്റ്റ് അനുസരിച്ചാണ് പറഞ്ഞത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇഷ്ടമുള്ള സബ്ജക്റ്റ് പറഞ്ഞത്. അതാണ് കൂടുതൽ കൺഫ്യൂഷനായത്. എന്താണ് പറയേണ്ടത് എന്ന് ഞാൻ കുറച്ച് പേരോടൊക്കെ വിളിച്ചു പറഞ്ഞു. എനിക്കിങ്ങനെ ഒരു ദൗത്യം കിട്ടിയിട്ടുണ്ട്, പക്ഷെ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല, ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പം അവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ ഒരു ഇത് കിട്ടിയത്. നമുക്ക് ഓരോരുത്തരും നമ്മുടെ കുടുംബത്തെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ കുടുംബത്തെയും തിരുക്കുടുംബത്തെയും ഒന്ന് കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. എങ്കിലും എങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങളൊക്കെ തിരുക്കുടുംബങ്ങളാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുക എന്നൊരു ചെറിയൊരു ചിന്ത നമുക്ക് പങ്കുവയ്ക്കാം. നമുക്ക് അല്പസമയം ഒരു 2 മിനിറ്റ് നമ്മുടെ കുടുംബത്തെ ഒന്ന് നമ്മുടെ ചിന്തകളിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ മക്കളുടെ മക്കളുള്ളവരുണ്ടാവാം. അവരെല്ലാവരെയും തമ്പുരാന്റെ സന്നിധിയിൽ ഒന്ന് നിർത്താം. തമ്പുരാന്റെ സന്നിധിയിൽ അവരെ നിർത്തിക്കൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികൾക്കും ഉണ്ടായിട്ടുള്ള വേദനകള്, പ്രയാസങ്ങള് തമ്പുരാന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവരുടെ പോലും ഉണ്ടായിട്ടുള്ള സന്തോഷങ്ങളെ, അനുഗ്രഹങ്ങളെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഒന്ന് കൊണ്ടുവരാം. അതുപോലെ അവരുടെ വഴി നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഭവങ്ങള്, അനുഗ്രഹങ്ങള് നമ്മുടെ തമ്പുരാന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് പോലെ നമ്മളെ വഴി അവർക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങള്, അനുഭവങ്ങള് തമ്പുരാന്റെ സന്നിധിയിൽ ഒന്ന് കൊണ്ടുവരാം. നമ്മെ തന്നെ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയുടെയും തിരുകുടുംബത്തിലെ സംരക്ഷണത്തിന് സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബത്തെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ വിളിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഞാൻ ഈ വിഷയം തിരഞ്ഞെടുക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഞാനിങ്ങനെ വിഷയം തപ്പി നടക്കുന്ന സമയത്ത് നമ്മുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ ഒരു മാർഗരേഖയിലേക്ക് കിട്ടി. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങളെ കുറിച്ചാണ്. അതിലൂടെ പറയുന്നത് കുടുംബം സ്നേഹത്തിന്റെ ഭവനവും ജീവന്റെ തോട്ടവുമാണെന്ന്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ കുടുംബം എന്ന് പറയുന്നതിന് ഒറ്റ അർത്ഥത്തിൽ പറയാവുന്ന ഒരു നിർവചനം തന്നെയാണത്. അതായത് കുടുംബം സ്നേഹത്തിന്റെ ഭവനവും ജീവന്റെ തോട്ടവുമാണ്. തമിഴിൽ ആദ്യം കുടുംബം സ്ഥാപിച്ചെവിടെ? പർദീസ, ഏദൻ തോട്ടത്തിലാണ് അല്ലെ? അതായത് ജീവൻ ഉണ്ടായ തോട്ടം എവിടെയാണ്? ഏദൻ തോട്ടമാണ്. ആ ഏദൻ തോട്ടത്തിൽ തമ്പുരാൻ സ്ഥാപിച്ചതാണ് കുടുംബം. അത് സ്ഥാപിച്ചത് സ്നേഹത്തിലാണ് അല്ലെ? തമ്പുരാന്റെ സ്നേഹത്തിലാണ് ആ കുടുംബം സ്ഥാപിച്ചത്. അവിടെ നിന്നാണ് നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ താഴ് വഴികൾ വരുന്നത് അല്ലെ? അപ്പോൾ
പൂർണ്ണമായിട്ടും നമ്മൾ ഒന്ന് പറയുകയാണെങ്കിൽ ഈ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ ആ ഏദൻ തോട്ടത്തിലേക്ക് തിരികെ എത്താനുള്ള ഒരു പരിശ്രമമാണ് നമ്മുടെ ജീവിതം, അല്ലെ? ആ ഏദൻ തോട്ടം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ സ്വർഗരാജ്യമാണ്, അല്ലെ? ആ സ്വർഗം അല്ലെങ്കിൽ നിത്യജീവനിലേക്ക് എത്തുവാനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്താ? പറുദീസായിലേക്ക് തിരിച്ചെത്തണം. അപ്പൊ അത് തന്നെയാണ് പൂർണ്ണമായിട്ടും ഇതിൽ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി ഉദ്ദേശിക്കുക. കാരണം കുടുംബം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഒരു ഭവനമാണ്. ആ സ്നേഹത്തിന്റെ ഭവനം അതിനാൽ തന്നെ ജീവന്റെ പൂന്തോട്ടമാണ്. അപ്പോൾ അതിൽ നിന്നുമാണ് ഞാനിത് ഈ ഒരു വിഷയത്തിലേക്ക് വന്നത്. സ്നേഹത്തിനും ജീവനുമെതിരെ സമൂഹത്തിൽ ഉയരുന്ന എല്ലാ വെല്ലുവിളികളെയും നേരിട്ട് വിജയിക്കുവാനുള്ള ശക്തി കുടുംബങ്ങൾക്ക് തന്നെ ഉണ്ടാകാൻ പറ്റുള്ളൂ, അല്ലെ? ഒരു സമൂഹത്തിൽ ഒരു തിന്മയുണ്ടെങ്കിൽ ആ സമൂഹത്തിലെ തിന്മയെ മറികടക്കണമെങ്കിൽ അത് ആദ്യം എവിടെ നിന്ന് നമ്മൾ ആരംഭിക്കണം? കുടുംബത്തിൽ നിന്ന് ആരംഭിക്കണം. നമ്മൾ സാധാരണ പറയും സാമൂഹികമായിട്ടുള്ള തിന്മയുണ്ടാകുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ്, അല്ലെ? ഉണ്ണിയെ കണ്ടാലറിയാൻ ഊരിലെ പഞ്ഞ, അല്ലെ? അപ്പോ നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ തിന്മ പുറപ്പെടുന്നതും അതുപോലെ തന്നെ ആ തിന്മയെ മറികടക്കാനുള്ള നന്മ പുറപ്പെടേണ്ടത് എവിടെ നിന്നാണ്? നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്, തിന്മയാണെങ്കിലും നന്മയാണെങ്കിലും. അപ്പൊ നമ്മുടെയൊക്കെ കുടുംബത്തിൽ എന്താണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വിചിന്തനം ചെയ്യാം. തിരുക്കുടുംബം എങ്ങനെയാണ് തിരുക്കുടുംബമായിട്ട് മാറിയത്? തിരുക്കുടുംബമായിട്ട് മാറിയത് എങ്ങനെ? ഈശോ എന്നുകൊണ്ട് മാത്രമാണ്. പല ഉത്തരങ്ങൾ വരാതെ നമുക്ക് പറയാം, അല്ലെ? മെയിനായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഈശോ വന്നതുകൊണ്ടാണ്. പക്ഷെ ഈശോ വന്നതുകൊണ്ട് മാത്രമല്ല അത് തിരുക്കുടുംബമായിട്ട് മാറിയത്. പരിശുദ്ധ അമ്മയും യോസേപ്പിതാവും ദൈവത്തിന്റെ വഴി നടക്കുവാനായിട്ട് ദൈവം പറയുന്നത് ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, ഒരു ലോജിക്കും ഇല്ല, ഒന്ന് എന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല, എന്താണ് ലോജിക്കെന്ന് മനസ്സിലാവില്ല. കാരണം അങ്ങനെയുള്ള ഒരു അവസരത്തിൽ പോലും ദൈവം പറയുന്നത് മാത്രം ചെയ്യുവാനായിട്ട് അവർ തയ്യാറായപ്പോഴാണ് അവരുടെ കുടുംബം തിരുക്കുടുംബമായിട്ട് മാറിയത്. അങ്ങനെ അവർ തയ്യാറായത് കൊണ്ടാണ് ഈശോ അവിടെ വന്ന് പിറന്നത്. നമ്മൾ സാധാരണ നമ്മുടെ കേരളത്തില് ക്രിസ്മസിന്റെയൊക്കെ സമയത്ത് നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ ഉണ്ണീശോ വരും, അല്ലെ? ഈ നമ്മുടെ ഇടയിൽ ചെറിയ പിള്ളേരെ കൊണ്ട് ആരെങ്കിലും ഭിക്ഷാടനത്തിനോ അല്ലെങ്കിലൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ പറയും ഉണ്ണീശോ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മുടെ യോസേപ്പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ഏതെങ്കിലും ഒരു കുടുംബത്തെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കും, ഒരു നേരത്തെ ഭക്ഷണം. അത് ചിലപ്പോൾ അങ്ങനെ ഭക്ഷണത്തിന് വകയില്ലാത്തവരാവാം, അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാരാവാം. എന്താണ് നമ്മൾ കൊടുക്കുക? തിരുക്കുടുംബത്തിന് ഭക്ഷണം കൊടുക്കുക. എന്തുകൊണ്ടാണ്? നമ്മൾ ഒരു നേരം അവർക്ക് കൊടുക്കുന്നത് നമ്മുടെ സന്തോഷം, അതുപോലെ അത് സ്വീകരിക്കുന്നത് അവരുടെ സന്തോഷം. നമ്മൾ കൊടുക്കുന്നത് എന്താ? ഭക്ഷണത്തെക്കാൾ ഉപരി നമ്മൾ കൊടുക്കുന്നത് എന്താ? നമ്മുടെ സ്നേഹമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ അനുഭവം പറയുകയാണെങ്കിൽ, ഞാനൊരു 9ാം ക്ലാസ്സിലാണ് പോകുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ക്രിസ്തുമസിന് ഇങ്ങനെ ഒരു നാടോടി ഒരു കൊച്ചും ഒരു അമ്മയുമാണ് വന്നത്. വീട്ടിൽ വന്നത് ഒരു 11 മണി സമയത്താണ്. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് ചോറ് കൊടുത്തിട്ട് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ണീശോയാണോ വന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊന്നും ആ സമയത്ത് അറിയില്ല എന്താണ് ഉണ്ണീശോ എന്നൊന്നും പറയുമ്പോൾ നമ്മൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്ന സമയമല്ല. ഞങ്ങൾക്ക് ആ സമയത്ത് വിശ്വാസോത്സവം നടക്കുന്ന സമയം, നമ്മുടെ പള്ളിയിൽ ക്രിസ്മസ് അവധിയോടനുബന്ധിച്ച് വിശ്വാസോത്സവം ക്രിസ്ത്യൻ ധ്യാനം നടക്കുന്ന സമയം. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പള്ളിയിലോട്ട് പോയി, ഞാനും അനുജത്തി. അപ്പോൾ എൻ്റെ അപ്പനൊരു സ്വഭാവമുണ്ട്, കുഞ്ഞു പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ അപ്പനാ കുഞ്ഞു പിള്ളേരെ കളിപ്പിച്ച് പിന്നെ പിള്ളേരെ അപ്പൻ്റെ കൂടെ പോകില്ല, അപ്പൻ്റെ കൂടെ തന്നെ നിൽക്കും. അപ്പോൾ ഈ കുഞ്ഞിനെ ചോറ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അപ്പനാണ് ചോറ് കൊടുത്തത്. അപ്പം ചോറ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് ഈ അമ്മയോട് പോകില്ല. എന്ത് ചെയ്തിട്ടും ഈ കുഞ്ഞ് പോകുന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് വിഷമമായി, അമ്മയ്ക്കും പോകാൻ പറ്റുന്നില്ല. സാധാരണ നാടോടികളാണെങ്കിൽ എന്ത് ചെയ്യും? കുഞ്ഞവിടെ നിന്നാൽ നിൽക്കട്ടെ, അവിടെ പോയിട്ട് അവർക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടാം. കാരണം എനിക്ക് തോന്നുന്നത് ആ അമ്മയുടെ തന്നെ യഥാർത്ഥത്തിലുള്ള കുട്ടിയാണ്. അമ്മ പോകുന്നില്ല. അപ്പം അപ്പം പറഞ്ഞു നിങ്ങൾ കുറച്ച് താഴോട്ട് പോയാൽ ഒരു 10-15 വീടുകളുണ്ട്, നിങ്ങൾ അവിടെ പോയിട്ട് തിരികെ വരുമ്പോൾ കൊച്ചിനെ കൊണ്ടാവും. ഞങ്ങളുടെ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഈ കൊച്ചുണ്ട്. കൊച്ചു ഞങ്ങളോടെ ഭയങ്കര കളിയായിട്ട് ഇരിക്കുകയാണ്. കൊച്ചിനൊരു
ആകുലതയില്ല, വ്യാകുലതയില്ല. ഒരു 5 മണി കഴിഞ്ഞപ്പോൾ ഈ അമ്മ വന്നു. എന്നിട്ടും കുട്ടിക്ക് പോകണമെന്നില്ല. എന്നിട്ട് അവസാനം അപ്പൻ അവരെ കൊണ്ട് ടൗണിലേക്ക് പോയി അവിടെ നിന്ന് അപ്പൻ്റെ നിന്ന് കൊടുത്തു വിടുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ അപ്പൻ്റെ കൊണ്ട് മാത്രം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. നമ്മൾ സ്നേഹം കൊടുത്താൽ ആ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടും. അത് എവിടെ നിന്നാണ് എന്ന് പോലും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അതാണ് നമ്മുടെ കുടുംബത്തിൽ നിന്നും ഉണ്ടാകേണ്ടത്. അപ്പോൾ തിരുക്കുടുംബത്തിന്റെ ഒരു കാര്യം പറഞ്ഞാണല്ലോ നമ്മൾ തുടങ്ങിയത്. അപ്പോൾ തിരുക്കുടുംബത്തിന് പ്രശ്നങ്ങളുണ്ടായിരുന്നോ? നമ്മുടെ കുടുംബങ്ങളിൽ എന്നും പ്രശ്നമാണല്ലേ. രാവിലെ പ്രശ്നം, വൈകിട്ട് പ്രശ്നം. പക്ഷെ അതൊന്നും കൂടുതൽ നീണ്ടുപോകാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത് അല്ലേ. അപ്പൊ തിരുക്കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ദാരിദ്ര്യം ഒരു പ്രശ്നമായിരുന്നു. ജീവിതം, ദാരിദ്ര്യം ഉള്ളപ്പോൾ തന്നെ ജീവിതം ഒരു ഇതായിരുന്നു. പക്ഷെ സെമിനാർ നല്ലൊരു കാർപ്പൻ്ററായിരുന്നു അല്ലേ. അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോയി. എങ്കിലും തിരുക്കുടുംബത്തിന്റെ പ്രധാന പ്രശ്നം ഉണ്ടായിരുന്നു. തിരുക്കുടുംബം ആകുന്നതിന് മുമ്പ് തന്നെ പ്രശ്നമായിരുന്നു അല്ലേ. കാരണം വിവാഹം നിശ്ചയിച്ചിരുന്ന മാതാവ് ഗർഭിണിയായി കാണപ്പെട്ടു. നമ്മുടെ ഇടയിലാണെങ്കിൽ എന്ത് സംഭവിക്കും? പ്രശ്നമാണല്ലേ. ഇന്നത്തെ കാലത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ രഹസ്യമായിട്ട് പോയാൽ മതി. പക്ഷെ അത് വലിയൊരു പ്രശ്നമാണല്ലേ. അല്ലെങ്കിൽ നമ്മുടെ ഇടയിലൊക്കെ നമുക്കറിയാം, വേറെ ഏതെങ്കിലും ദൂര സ്ഥലത്ത് കൊണ്ടുപോയി അബോർഷൻ ചെയ്യാതെ തന്നെ കൊച്ച് പ്രസവിച്ചിട്ട് ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് ആക്കിയിട്ട് വരാം. ഇന്ന് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇഷ്ടംപോലെയുണ്ട്. പക്ഷെ അന്ന് അതൊന്നുമില്ലായിരുന്നു. പരിശുദ്ധ അമ്മ ഗർഭിണിയായിട്ട് കാണപ്പെട്ടു. പരിശുദ്ധ അമ്മയ്ക്ക് തന്നെ അതിശയമായിരുന്നു, ഇതെങ്ങനെ സംഭവിക്കും എന്നാണ് പരിശുദ്ധ അമ്മ ചോദിച്ചത്. പക്ഷെ പരിശുദ്ധ അമ്മയ്ക്ക് ഇതിനുള്ള ക്ലാരിഫിക്കേഷൻ കൊടുത്തു. പരിശുദ്ധ അമ്മ അത് സ്വീകരിച്ചു. എന്തുകൊണ്ടാണ് സ്വീകരിച്ചത്? ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നില് നിറവേറട്ടെ. അതിനുശേഷം പരിശുദ്ധ അമ്മ എങ്ങോട്ടാ പോയെ? ഇളയമ്മയുടെ അടുത്തത്. എന്തിനാ പോയെ? നമ്മൾ പറയുന്നത് ശുശ്രൂഷ ചെയ്യാനാണ് അല്ലെ. ഇങ്ങനെയൊരു സംഭവം സംഭവിച്ചാല്, ഇങ്ങനെയൊരു കാര്യം സംഭവിച്ചാൽ നാട്ടിൽ നിൽക്കാൻ പറ്റുമോ? അങ്ങനെ ഒന്ന് ചിന്തിച്ചേ. പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ട നാട്ടിൽ നിൽക്കാൻ പറ്റുമോ? ഇത് ഇളയമ്മ ഗർഭിണിയാണെന്ന് പറഞ്ഞു. എന്തിനാണ് പറഞ്ഞത്? 3 മാസം വരെ വന്നു. 3 മാസം കഴിയുമ്പം ഇളയമ്മ പ്രസവിച്ചു. അത് കഴിഞ്ഞവിടെ നിന്നില്ല. അപ്പോഴത്തേക്ക് തിരിച്ചു വന്നു. അപ്പോഴത്തേക്ക് യോസേപ്പിതാവ് സ്വീകരിക്കാനായിട്ട് തയ്യാറായി. അപ്പോ പരിശുദ്ധമ്മ പറയുന്നതിന് 2 കാര്യമുണ്ട്. നിങ്ങളുടെ സുവിശേഷം കൃത്യമായിട്ട് വായിക്കുകയാണെങ്കിൽ മനസ്സിലാവും അല്ലെ. ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? പരിശുദ്ധാത്മാവ് നിലവിലും അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കും, നീ ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ വാക്യാണ്. അത് പരിശുദ്ധ അമ്മയ്ക്ക് ഒരു അടയാളം കൊടുത്തു. നിന്റെ ഇളയമ്മയായ എലീശ എത്ര മാസമായെന്ന് പറഞ്ഞത്? അവൾക്ക് 6-ാം മാസമാണ്. അത് നിനക്കൊരു അടയാളം. ആ അടയാളം ഉറപ്പിക്കാൻ വേണ്ടി കൂടിയാണ് പരിശുദ്ധ അമ്മ ഓടിയത്. ശരിയാണോ? കാരണം സംഭവിക്കാൻ പാടില്ലാത്തത്, അല്ലെങ്കിൽ സംഭവിക്കില്ല എന്ന് വിചാരിച്ചിരുന്നത്, അസംഭവം എന്ന് വിചാരിച്ചിരുന്നത് ദൈവം നടത്തി. അപ്പോൾ അതിനെ സാക്ഷ്യം വഹിക്കാനായിട്ടാണ് പരിശുദ്ധ അമ്മ ഓടിയത്. പരിശുദ്ധ അമ്മ ഇവിടെ ചെന്നപ്പോ എലിസബത്ത് പറഞ്ഞെന്താ? എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനായിട്ട് എനിക്ക് ഭാഗ്യം എവിടുന്നാണ് അല്ലെ. ആരാ എലിസബത്തിനോട് പറഞ്ഞ? കർത്താവിന്റെ അമ്മയാണ്. ആര് പറഞ്ഞു? പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ട് വിശ്വസിക്കാനേ പറ്റുള്ളൂ. കാരണം അതിനിടയ്ക്ക് ആരും പറഞ്ഞതായിട്ട് നമുക്കറിയില്ല അല്ലെ. സ്നാപക യോഹന്നാൻ അവിടെ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാണ്. അതൊന്നാമത്തെ ഒരു പ്രശ്നമാണ് തിരുക്കുടുംബത്തിന്. വിവാഹം നിശ്ചയിച്ചതുള്ളൂ, അപ്പൊ തന്നെ പ്രശ്നമായി. രഹസ്യമായിട്ട് ഉപേക്ഷിക്കാം. എന്തുകൊണ്ടാണ് രഹസ്യമായിട്ട് ഉപേക്ഷിക്കുന്നത്? പരസ്യമായിട്ട് ഉപേക്ഷിച്ചാൽ ഉള്ള ശിക്ഷ എന്താ? കല്ലെറിഞ്ഞു കൊല്ലുക. അപ്പൊ അത് വേണ്ട. ഞാൻ കാരണം അങ്ങനെ ഉണ്ടാവണ്ട എന്ന് ഞാൻ സ്വീകരിക്കുന്നില്ല, മാറിയിടുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പോയി കിടന്ന് ഇറങ്ങിയപ്പോഴാണ്
ഉറങ്ങാൻ പറ്റുമോ? ഉറങ്ങാൻ പറ്റുമോ? ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റുമോ? ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ വിഷമിച്ച് കിടക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ ദൂതൻ പറയുന്നത്, അവള് പരിശുദ്ധാത്മാവിനാണ് ഗർഭിണിയായത്, നീ അവനെ ഇമ്മാനുവേൽ എന്ന് വിളിക്കണം. തമ്പുരാൻ പറഞ്ഞതിനകത്തത് ഒരു കാര്യവുമില്ല. യോസേപ്പിതാവ് എന്ത് ചെയ്യണമെന്ന് തമ്പുരാൻ പറയുന്നു, അതിന് എട്ടാം ഫലം നോക്കാതെ ചെയ്തിരിക്കുന്നു. അവിടെ സലീകുമാർ പറയുന്ന പോലെ എട്ടാം ഫലം നോക്കാതെ ചെയ്തിരിക്കും. അപ്പോ പരിശുദ്ധാത്മാവിനാണ് ഗർഭിണിയായിട്ട് കാണപ്പെട്ടു, നീ സ്വീകരിക്കണം, നീ അവനെ ഇങ്ങനെ പേരിടണമെന്ന് പറഞ്ഞു. യോസേപ്പിതാവ് സംബന്ധിച്ചു, പോയി സ്വീകരിച്ചു. അതിന് എത്ര സമയമെടുത്തു? 3 മാസം എടുത്തു. കാരണം സ്നാപകരണം ജനിക്കണം. അതിനുശേഷമാണ് ഇതെല്ലാം കൃത്യമായിട്ട് പാറ്റേണായിട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ്. കാരണം ആളുകളുടെ ഇടയിൽ നിന്ന് ഈ ഒരു തെറ്റിദ്ധാരണ മാറണം. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ളൊരു ധാരണ വരണം. അതിനുവേണ്ടിയാണ് തിരുക്കുടുംബത്തെ ഇങ്ങനെ ഒരുക്കി കൊണ്ടുവന്നത്. രണ്ടാമത് എന്താണ്? സമൂഹത്തിൽ നിന്നുള്ള അധിക്ഷേപങ്ങളാണ്, അല്ലെ? സമൂഹം എന്ത് പറയും? യേശുക്രിസ്തുവിനൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ടാവണം? സുവിശേഷത്തെ നമുക്ക് കാണാൻ പറ്റില്ല, എങ്കിലും എന്ത് പറഞ്ഞിട്ടുണ്ടാവണം? ഒരു പോങ്ങനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെ? ബുദ്ധിയില്ലാത്തവൻ, എന്തിനാണെന്ന് സ്വീകരിച്ചത്? അല്ലെ? യേശുക്രിസ്തുവിന് എത്ര വയസ്സുണ്ടായിരുന്നു മാതാവിനെ സേവിക്കുന്നു? ഏകദേശം എത്ര വയസ്സുണ്ടായിരുന്നു? മാതാവിന് എത്ര വയസ്സുണ്ടായിരുന്നു? 50 വയസ്സോളം ഉണ്ടായിരുന്നു, അല്ലെ? മാതാവിന് 16 വയസ്സല്ലേ, 18 വയസ്സ്, ആ ഒരു റേഞ്ചാണ് പറയുന്നത്. യോസേപ്പിതാവ് ഇപ്പൊ തന്നെ എന്റെ അഭിപ്രായം, അല്ലേ? കാരണം എനിക്ക് ചോദിക്കാനായിട്ടുള്ള കാരണം ഒന്നാണ്, ഒരു പാരമ്പര്യം പറയുന്നത് യോസേപ്പിതാവ് മരിച്ചത് 33-ാമത്തെ വയസ്സിലാണ്. ഈശോയുടെ പാരമ്പര്യം മുഴുവൻ എടുത്തു നോക്കുകയാണെങ്കിൽ ആളുകൾ എല്ലാവരും മരിച്ചിരുന്നത് 30-35 അപ്പോൾ യോസേപ്പിതാവ് 33-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു എന്നുള്ളൊരു വിശ്വാസമാണ്. അത് തെളിയിക്കപ്പെട്ടിട്ടില്ല, അങ്ങനൊരു വിശ്വാസമുണ്ട്. പക്ഷെ നമ്മൾ കണ്ടിരിക്കുന്ന യോസേപ്പിതാവിനെല്ലാം പ്രായമുള്ള യോസേപ്പിതാവ്, തലമുടിയൊക്കെ നരച്ച് താടിയൊക്കെ നീട്ടി, അല്ലെ? എന്തുകൊണ്ടായിരിക്കും? മാതാവിന്റെ പ്രായത്തെ ചെറുതാക്കി കാണിക്കാനല്ല. യോസേപ്പിതാവ് ഇത് വേണ്ട എന്ന് വെക്കണമെങ്കിൽ ഒരു പ്രായം വേണ്ടേ? ഈ ചെറു പ്രായത്തില്, ഈ കുടുംബ ജീവിതത്തില് ഇതൊന്നും വേണ്ട എന്ന് വെക്കണമെങ്കിൽ യോസേപ്പിതാവ് ചെറുപ്പക്കാരനാണെന്ന് പറ്റൂ എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? നമുക്കത് വിശ്വസിക്കാൻ പറ്റുമോ? അതുകൊണ്ട് മാത്രമാണ് യോസേപ്പിതാവിനെ ഇച്ചിരി പ്രായമുള്ള ആളായിട്ട് കാണിച്ചിരിക്കുക. കാരണം ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഒരാവശ്യമാണ് അതല്ലേ, ഒരു മനുഷ്യന്റെ ഒരു ആവശ്യം. അപ്പൊ അത് വേണ്ട എന്ന് വെക്കണമെങ്കിൽ കുറച്ച് പക്വത വേണം. ആ ഒരു പക്വത മാത്രമാണ് യോസേപ്പിതാവിനെ നമ്മൾ കാണിച്ചിരിക്കുക. യോസേപ്പിതാവ് ഒരിക്കലും വയസ്സനായിരുന്നില്ല. കാരണം വിവാഹം നോർമലായിട്ട് നടക്കാനിരുന്നതാണ്, അല്ലേ? വിവാഹം നിശ്ചയം കഴിഞ്ഞതാണ്. അങ്ങനെയൊക്കെയുള്ള പാരമ്പര്യങ്ങൾ പലത് പറയുന്നുണ്ട്. അപ്പൊ അതിലുള്ള ഒരു പാരമ്പര്യമാണ് യോസേപ്പിതാവ് 2ാം വിവാഹമായിരുന്നു. യോസേപ്പിതാവ് ഈ ഒരു പ്രായം ഒരു 45-50 ഇടയ്ക്കുള്ള പ്രായമായിരുന്നു എന്നും പറയുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത്, മാതാവിന്റെ വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് സ്വയംവരമായിരുന്നു എന്നും പറയുന്നുണ്ട്. അതിന് തെളിവ് എന്താണെന്ന് ചോദിച്ചാല്, യോസേപ്പിതാവിന്റെ കയ്യിലൊരു വടിയുണ്ട്. ആ വടി എന്താണ്? മാതാവിന്റെ സ്വയംവരത്തിന് വന്നവരുടെ കയ്യിൽ ഉണങ്ങിയ ഓരോ തണ്ട് കൊടുത്തു. ആ തണ്ട് തളിർക്കുന്നവരാണ് മാതാവിനെ വിവാഹം കഴിക്കാൻ യോഗ്യരായിട്ടുള്ളവർ. യോസേപ്പിതാവ് വന്നപ്പോൾ ആ വടി തളിർത്തു എന്നൊരു പാരമ്പര്യമുണ്ട്. കാരണം മാതാവ് ദൈവത്തിനും ദേവാലയത്തിനും സമർപ്പിക്കപ്പെട്ട ദൈവദാസിയായി. അതും ഒരു പാരമ്പര്യമാണ്. അപ്പൊ 2ാം വിവാഹം കഴിക്കാനുള്ള ഒരാള് ഒരിക്കലും സ്വയംവരത്തിന് വരില്ല. അപ്പോ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്കറിയില്ല. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ.
അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, സമൂഹം യോസേപ്പിതാവിനെ നോക്കി പറഞ്ഞിട്ടുണ്ടാവും അവൻ ബുദ്ധിയില്ലാത്തവനാണ്, അവൻ അവനെ പറ്റിച്ചു, അല്ലെ? ഈ അപവാദങ്ങൾ പറയുക എന്നുള്ളത് സമൂഹത്തിന്റെ ഒരു സ്വഭാവമാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിലും ഈ അപവാദങ്ങൾക്കൊന്നും ഒരു പഞ്ഞവും ഇല്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യോസേപ്പിതാവ് ദൈവം പറയുന്നതിന് അപ്പുറം ഒരു കാര്യവും ചെയ്തില്ല എന്നുള്ളതാണ്. അതിന് നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ്? ഒന്ന്, മാതാവിനെ സ്വീകരിക്കാൻ പറഞ്ഞു, സ്വീകരിച്ചു. രണ്ട്, ജെറുസലേമിലേക്ക് പോകാൻ പറഞ്ഞു, ജെറുസലേമിലേക്ക് പോയി. അവിടുന്ന് തിരിച്ച് എങ്ങോട്ട് പോകാനാണ്? ഈജിപ്തിലേക്ക് ഓടാനാണ്. തിരിച്ച് മസ്രത്തിലേക്ക് ഓടാനല്ലോ പറഞ്ഞത്, ഈജിപ്തിലേക്ക് ഓടാനാണ്. അപ്പോ രാത്രിക്ക് രാത്രി ഈജിപ്തിലേക്കാണ് ഓടിയത്, രക്ഷപ്പെട്ട് ഓടിയത്. നമ്മൾ അതിനിടയ്ക്ക് ഒരു ചെറിയൊരു കഥ പറയുന്നത് സക്കറിയാസിനെ കുറിച്ച് പറയുന്നില്ലേ? സക്കറിയാസ് ആരായിരുന്നു? യോഹന്നാന്റെ പിതാവ്, അല്ലെ? അപ്പൊ ഈ സക്കറിയാസ് എവിടെ വെച്ച് കൊല്ലപ്പെട്ടു എന്ന് പറയാം? ബലിപീഠത്തിലും ദേവാലയത്തിലും ഇടയിലും. എങ്ങനെയാണ്? എന്തുകൊണ്ടാണ്? ആ മതത്തിലൂടെയോ? അതല്ല, ഈ ഈജിപ്തിലേക്ക് യോസേപ്പിതാവും മാതാവും ഓടുമ്പോ പട്ടാളക്കാരെ വരുന്നുണ്ട്, അല്ലെ? ഈശോ അന്വേഷിച്ചു വരുന്നുണ്ട്. അപ്പോ ഈ സക്കറിയാസ് ദേവാലയത്തില് ഈശോയെ ഒളിപ്പിച്ചു. അത് നോക്കാൻ വന്ന പട്ടാളക്കാരോട് എതിരിട്ട് ഈ ദേവാലയത്തിന്റെ ബലിപീഠത്തിന്റെ അടുത്താണ് സക്കറിയാസ് മരണപ്പെട്ടു വീഴുന്നത്. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ പറയുന്നത് ദേവാലയത്തിലും ബലിപീഠത്തിനും മധ്യേ വച്ച് വധിക്കപ്പെട്ട സക്കറിയാസ്. അതൊരു പാരമ്പര്യം. അതുകൊണ്ട് ഈശോയെ രക്ഷിച്ചുകൊണ്ട് ഈ ഓടുമ്പോഴെല്ലാം, അതായത് മാതാവിന്റെ ഇളയമയാണെങ്കിൽ സക്കറിയാസ് ആരാണ്? ഇളയപ്പനാണല്ലേ? പക്ഷെ അതുപോലും നോക്കി നിൽക്കാൻ പറ്റാതെ തമ്പുരാൻ പറഞ്ഞതുപോലെ വേറൊരു രാജ്യത്തിലേക്ക്, പരിചയമില്ലാത്തൊരു രാജ്യത്തിലേക്ക് ഓടി പോകാനായിട്ടാണ് പറഞ്ഞത്. അവിടെ ഒരു വിധത്തിലൊക്കെ സെറ്റിലായി, അവിടെ പോയി എല്ലാം സെറ്റിലാക്കി കഴിഞ്ഞപ്പോൾ പറയാണ് ദിവസം വിളിച്ചു തിരിച്ചു വിട്ടോളെ, അല്ലെ? നമ്മളാണ് എന്താ പറയും? ഇനിയിപ്പോ ഇവിടെ ഒന്നാമതെന്ന് പറയാം, അല്ലെ? പക്ഷെ യോസേപ്പിതാവ് പറഞ്ഞില്ല. മാതാവ് എന്തെങ്കിലും ചോദിച്ചോ? ഈ രാത്രിക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് എന്തിനാണ് ഈജിപ്തിലേക്ക് പോകുന്നത്? ഞങ്ങളുടെ അമ്മമാര് അപ്പമാര് പറഞ്ഞാൽ എന്ത് പറയും? ഇതേന്ന് വരെ പണിയുന്നില്ലെന്ന് പറയുന്നത്. പക്ഷെ മാതാവ് ഒന്നും ഒരു മറുപടിയും പറഞ്ഞു. ഈജിപ്തിൽ നിന്ന് വരാൻ നേരത്തും മാതാവ് ഒന്നും പറഞ്ഞില്ല. മാതാവ് കൂടെ പോയി. ഇനി നമ്മുടെ കുടുംബത്തിലേക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കാം. നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഇതിനോട് സംബന്ധിച്ച്? നമ്മുടെ കുടുംബത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കാര്യവും അല്ലെങ്കിൽ തമ്പുരാന്റെ കാര്യവും അല്ല നോക്കുക, പിന്നെ ആരുടെ കാര്യമുണ്ട്? അവരെന്ത് പറയും? ശരിയാണോ? ഞങ്ങൾ ഇത് ചെയ്താൽ അവര് എന്തു പറയും? നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. നമ്മൾ എന്ത് ചെയ്താലും അവരെന്നെ പറ്റി എന്ത് വിചാരിക്കും, അവരെന്നെ പറ്റി എന്ത് പറയും എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. ശരിയാണല്ലേ? നമ്മുടെ ഇപ്പൊ കുടുംബത്തിൽ ഒരു കുറച്ചധികം സ്നേഹം പ്രകടിപ്പിച്ചാൽ, ഇപ്പൊ ഭർത്താവ് ഭാര്യയോട് കുറച്ചധികം സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ ആദ്യകാലത്തൊക്കെ അവർ എന്ത് പറയും? അത് ബുദ്ധിമുട്ടിയാണ്, അല്ലെ? അത് ബുദ്ധിമുട്ടിയാണ് എന്ന് പറയും. അത് ഇച്ചിരി കുറച്ച് കാലം കൂടുതൽ നീണ്ടുപോയാലോ? കൂടുതൽ നീണ്ടുപോയാൽ എന്ത് പറയും? ആണുങ്ങളാണെങ്കിൽ പറയും അവർക്ക് പെൺകോന്തനാന്ന് പറയും, അല്ലെ? പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാൻ പോയാല് നമുക്കിവിടെ പ്രശ്നമാണ്, അല്ലെ? അതുപോലെ കുറച്ചധികം സമയം കുടുംബത്തിൽ ചെലവഴിച്ചാലോ? വേറെ ഇവിടെ പോവാതെ പെണ്ണിനെ എന്ന് പറയാം, അല്ലെ? അതല്ലേ പറഞ്ഞത്? നമ്മുടെ ജീവിതത്തില് നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയാണ്. കാരണം നമ്മള് ഒന്നാമത്തെ പ്രശ്നം എന്താണ്? നമ്മള് മറ്റുള്ളവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, അവരെന്ത് പറയും. അപ്പൊ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇച്ചിരി നമ്മള് ഇതൊന്നും ആൾക്കാർ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ട്രിക്റ്റ് ആയേക്കാന്ന് വിചാരിച്ചാൽ എന്താ പറയും? ഭയങ്കരനാന്ന് പറയും, അല്ലെ? അവൻ ഭയങ്കര കർക്കശമാണ്.
ഭാര്യ അങ്ങോട്ട് തിരിയാൻ വേണ്ടിയല്ല, ഇങ്ങോട്ട് തിരിയാൻ വേണ്ടിയല്ല, മക്കളെ ഒന്ന് പുറത്തു കൊണ്ടുണ്ടാകാനാണ്. ശരിയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുറച്ച് ദൈവത്തിന് കുറച്ച് പ്രാധാന്യമൊക്കെ കൊടുത്ത് പ്രാർത്ഥനയ്ക്കും പള്ളിയിലൊക്കെ ആയിട്ട് പോവുകയാണ് കുടുംബത്തെ കൂട്ടിക്കൊണ്ട്. ഇപ്പം എന്താ പറയുക, മെയിനായിട്ട് പറയുന്നത് ഇന്നത്തെ കാലത്ത് അവൻ പള്ളിയിൽ എന്തോ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയും. കാരണം കുടുംബ സമേതം പള്ളിയിലാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളില് തമ്പുരാന്റെ സ്വരം കേൾക്കാനായിട്ട്, യേശുപിതാവ് കേട്ടതുപോലെ തമ്പുരാന്റെ സ്വരം കേൾക്കാനായിട്ട് നമ്മൾ എന്ന് തയ്യാറാവുന്നു, അന്നാണ് നമ്മുടെ കുടുംബം തിരുക്കുടുംബമായിട്ട് മാറുക. അതിന് ചില കാര്യങ്ങൾ, നമ്മുടെ കുടുംബത്തെ തകർക്കാനായിട്ട് സാധ്യതയുള്ള ചില കാര്യങ്ങൾ വചനത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് പരിശ്രമിക്കാം. 3 കാര്യങ്ങൾ മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. 3 കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒന്നാമത്തതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആയുധം, നാവ്. അല്ലെ? നമ്മുടെ എല്ലാവരുടെയും ആയുധമാണ്. നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട്, ആരെയും തകർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? നമ്മുടെ നാവ്. നാവിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ പറയാം സംസാരം നിയന്ത്രിക്കാൻ പറ്റാത്തവരാ, അല്ലെ? വാചാരനാവുക അല്ലെങ്കിൽ വാചാലിയാവുക എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ നമുക്ക് ദേഷ്യം വരുമ്പോൾ, നമുക്ക് സങ്കടം വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് സന്തോഷം വരുമ്പോൾ, കൂടുതൽ സന്തോഷമൊക്കെ വരുമ്പോൾ നമ്മൾ എന്താണ് പറയുക? നമ്മൾ ആരോടാണ് എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ ചിലപ്പോൾ പറഞ്ഞു പോകും. അതാണ് ഹെറോദസിനെ പറ്റിയല്ലേ? എന്താണ്? അധിക സന്തോഷം എന്നൊക്കെ പറഞ്ഞു, നീ എന്ത് ചോദിച്ചാലും എൻ്റെ രാജ്യത്തിന്റെ പദ്ധതി പോലും നിനക്ക് തരാം. ദേഷ്യം കൊണ്ട് പറഞ്ഞാണോ? സന്തോഷം അധികം പറയാം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാം. നമ്മുടെ നാവിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ, അതിന് ദേഷ്യം വരണമെന്നോ മറ്റുള്ളവരോട് വൈരാഗ്യം ഉണ്ടാകണമെന്നോ ഒന്നും ഇല്ല. സംസാരത്തിന് മിതത്വം പാലിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ നാവിനെയാണ് നിയന്ത്രിക്കേണ്ടത്. പ്രഭാഷകന്റെ പുസ്തകം 23-ാം അധ്യായം 9-ാമത്തെ തിരുവചനത്തിൽ പറയുന്ന ഒരു കാര്യം കൂടിയാണ്, ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം അവന്റെ നാവ് തന്നെ. ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം അവന്റെ നാവ് തന്നെയാണ്. അതിന് പ്രഭാഷകൻ 23:9. അതായത് അതിന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയുക, അല്ലെങ്കിൽ പറയേണ്ടാത്ത കാര്യങ്ങൾ പലതും പറയേണ്ടാത്ത സ്ഥലത്ത് പറഞ്ഞു പോവുക. നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് അല്ലെ? 23:9. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാമത്തെ തിരുവചനത്തിൽ പറയുന്ന പ്രകാരമാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് എന്ത് തന്നെ ആയിക്കോട്ടെ, ചിലപ്പോൾ നമ്മൾ ചിലരുടെ നന്മയായിരിക്കും പറയുക. നന്മയേക്കാളും കൂടുതൽ ചിലപ്പോൾ നമ്മൾ പറയുന്നത് തിന്മയായിരിക്കും അല്ലെ? ചിലപ്പോൾ നമ്മൾ സാധാരണ പറയാനുള്ള ഒരു കാര്യമാണ്, ഈ പെണ്ണുങ്ങളെ ഒന്നിച്ചു കൊടുക്കുമ്പോൾ ഈ പരദൂഷണം പറയില്ല. അല്ലെ? നമ്മൾ സാധാരണ പറഞ്ഞ പരദൂഷണത്തെ പറ്റി എന്നൊക്കെ പറയാനുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, ആണുങ്ങൾ പറയാറില്ല പരദൂഷണം, ആണുങ്ങളും പറയാറുണ്ട്. അപ്പൊ ഈ പരദൂഷണം പറയുക, അടക്കം പറയുക, കുറ്റങ്ങൾ പറയുക, നമ്മുടെ മനുഷ്യന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. നമ്മൾ എന്തെങ്കിലും, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നോക്കണ്ടാൽ അതിൽ ആദ്യം കാണുന്നത് എന്താ? അതിന്റെ നെഗറ്റീവാണ്. പോസിറ്റീവ് വശം കാണാനായിട്ട് നമ്മൾ പലപ്പോഴും പരിശ്രമിക്കാറില്ല. അതൊരു ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ 2010 അവസാനം ഉജ്ജയിനിൽ വരുന്ന സമയത്ത് എനിക്ക് ഹിന്ദി ഒരു വാക്കുപോലെ സംസാരിക്കാൻ അറിയത്തില്ല. 10ാം ക്ലാസ് പഠിച്ചപ്പോൾ ഹിന്ദിയിൽ 50-50 മാർക്കായിരുന്നു, പക്ഷെ സംസാരിക്കാൻ എനിക്കറിയില്ല. ഞാൻ ഹിന്ദിക്കാരുടെ ഇടയിൽ പോയിട്ടുള്ള മുഴുവൻ ഹിന്ദിയിൽ പറഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലാവും. അവരത് കഴിഞ്ഞിട്ട് മാന്യമായിട്ട് എന്നോട് വന്നിട്ട് പറയും, അങ്ങനെയല്ല ഇങ്ങനെയാണ് പറയേണ്ടത്. അവർ നമ്മളെ ഒരിക്കലും കളിയാക്കില്ല. അതേസമയം നമ്മുടെ മലയാളികളും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെന്താ പറയും, നമ്മൾ പറഞ്ഞത് പക്ക ബ്ലണ്ടറെന്ന് നമുക്കറിയാം, പക്ഷെ അവരവിടുന്ന് ചിരിക്കും. നമ്മൾ പറഞ്ഞത് തമാശ അല്ലെങ്കിൽ ബ്ലണ്ടർ പറഞ്ഞ് നമ്മളെ ചിരിക്കും, നമ്മളെ കളിയാക്കും, നമ്മുടെ ഉള്ള കോൺഫിഡൻസ് കൂടി പോകും.
ശരിയാണ്. അപ്പോ ഇവർ ചെയ്യുന്നത്, ഇവർ നോർത്ത് ഇന്ത്യക്കാര് ഞാൻ കണ്ടിരിക്കുന്ന ഒരു നന്മയാണ്. അവരുടെ കൂടെ കൂടിയാണ് ഞാൻ ഹിന്ദി പഠിച്ചത് പറയാനായിട്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു കുറവാണ്. നമ്മൾ എന്ത് കണ്ടാലും അതിലൊരു കുറ്റം കണ്ടുപിടിക്കും. ഒരിക്കല് ഒരു അപ്പനുണ്ട്, അപ്പന് 3 മക്കളുണ്ട്. ആദ്യത്തെ മകൻ വീട് പണിതപ്പോൾ മകൻ നല്ല ഒരു കോൺക്രീറ്റ് വീടാണ് ഉള്ളത്. നല്ല കോൺക്രീറ്റ് ഒക്കെ ഇട്ട് നല്ല ഒരു വീട്. ആ വീട്ടില് ഭാര്യവാസം വന്നിട്ട് അപ്പൊ പറഞ്ഞു നല്ല വീടാണ്, നല്ല വീട്. പക്ഷെ ചൂടുകാലത്ത് ഭയങ്കര ചൂടായിരിക്കും. കാരണം ഇത് ഈ ഓടല്ല, ഓടാണെങ്കിലാണ്. അപ്പൊ മകൻ പറഞ്ഞിട്ട് മുകളിൽ നമുക്ക് ഓട് പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞില്ല, അതൊന്നും ചൂടിനെ തടുക്കുക, ചൂടായിരിക്കുന്നു. രണ്ടാമത്തെ പറഞ്ഞത് കേട്ടു. രണ്ടാമത്തെ മകൻ വീട് വന്നപ്പോൾ ഓടിട്ട വീട് വന്നു. നല്ല നമ്മുടെ നാട്ടിലെ പഴമയുടെ ഒരു ഓടിട്ട വീട് വന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ് കൊള്ളാം, നല്ല വീടാണ്, മൂത്തവരൊക്കെയും നല്ല ഒരു വലുപ്പമുള്ള വീടാണ്, സൗകര്യമുള്ള വീടാണ്. പക്ഷെ മഴക്കാലത്ത് ഭയങ്കര ചാറ്റലായിരിക്കും അകത്ത്, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞ് സീലിംഗ് ഒക്കെയാണ്. സീലിംഗ് ഒക്കെ ഇട്ടാൽ 1 വർഷം കഴിയുമ്പോൾ അത് വീണ്ടും മാറ്റേണ്ടി വരും, ചാറ്റലായിരിക്കും. അപ്പൊ മൂന്നാമത്തെ ഇതെല്ലാം കേട്ടു. അവൻ വീട് വന്നപ്പോ പകുതി ഓടും പകുതി കോൺക്രീറ്റ്. കാരണം അപ്പൊ എന്ത് പറയും? കാരണം മഴക്കാലത്ത് ചാറ്റിലടിക്കുമെങ്കിൽ കോൺക്രീറ്റ് ഉള്ള സ്ഥലത്തിരിക്കാം, ചൂട് കാലത്ത് കോൺക്രീറ്റിൽ ചൂടാണെങ്കിൽ ഓടുന്നിടത്ത് പോയിരിക്കാം. അപ്പം ഇതെല്ലാം കണ്ട് അപ്പം പറഞ്ഞു നല്ല വീടാണ്, മറ്റുള്ളവരിൽ നിന്നും ഈ പാഠം ഉൾക്കൊണ്ട് നല്ല വീട് വന്നു. പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട്, ഇതൊക്കെ പൊളിച്ചു കഴിയണമെന്ന് വിചാരിച്ചാൽ ഭയങ്കര ചെലവായിരിക്കും. നമ്മുടെ എല്ലാം സ്വഭാവം ഇതാണ്, ശരിയല്ലേ? എന്തെങ്കിലും ഒരു കുറവ് എവിടെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കും. അപ്പോ അതുകൊണ്ടാണ് മത്തായി പറഞ്ഞത്, നീ പറയുന്ന ഓരോ വാക്കിലും വിധി ദിവസത്തില് കണക്ക് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ പ്രഭാഷകന്റെ പുസ്തകം 20-ാം അധ്യായം 8-ാമത്തെ വാക്യം, വാക്കിൽ നാവ് പിഴയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് കാല് തെറ്റി വീഴുന്നത്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? നമ്മുടെ നാവ് പിഴയ്ക്കുന്നതിനേക്കാൾ ഭേദം കാല് തെറ്റി വീഴുന്നതാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? നാവിൽ നിന്ന് പോകുന്ന ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല, അതൊരു കാര്യമാണ്. പക്ഷെ കാല് തെറ്റി വീണാണ് എന്നിട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണോ? കാല് തെറ്റി വീണാൽ ചിലപ്പോൾ എല്ല് പൊട്ടാം, ആ എല്ല് നമുക്ക് കൂട്ടിച്ചേർക്കാനായിട്ട് പറ്റും. പക്ഷെ നാവ് കൊണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന ഒരു മുറിവ്, ആ മുറിവ് ഉണക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പ്രഭാഷകൻ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നത്, വാക്കുകൊണ്ട് പിഴയ്ക്കുന്നതിനേക്കാൾ ഭേദം കാല് തെറ്റി വീഴുന്നതാണ്. അത് കുറച്ചുകൂടെ എളുപ്പമാണ് നമുക്ക് റിപ്പയർ ചെയ്ത് എടുക്കാനായിട്ട്. പ്രഭാഷകൻ തന്നെ 11-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കരുത്, നിനക്കൊന്നും നഷ്ടപ്പെടുകയില്ല. നമുക്കെല്ലാം നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? കേൾക്കുന്നതെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുക. അത് പറയേണ്ടതുണ്ട്, പറയേണ്ടാത്തതുണ്ട്. നമ്മുടെ കുടുംബങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണവും ഇത് തന്നെയാണ്. കേൾക്കുന്നതെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണ്. യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ തിരുവചനം, നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്, നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ആരംഭിക്കുന്ന ഇവിടുന്ന നമ്മുടെ നാവിൽ നിന്നാണ്. നമ്മുടെ നാവിൽ നിന്നല്ലെങ്കിൽ വേറൊരാളുടെ നാവിൽ നിന്നാണ്. അവർ പറയുന്നത് കേട്ടിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ചെയ്യുക. അപ്പോ നമ്മുടെ ശരീരം മുഴുവൻ മലിനമാക്കാനായിട്ട് എന്തിനു സാധിക്കും? നാവിന് സാധിക്കും. ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ തിരുവചനം, രഹസ്യം പറച്ചിലിന് പ്രത്യാഘാതം ഉണ്ടാവും, നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു.
സുഭാഷിതങ്ങൾ 21-23 സ്വന്തം അധരങ്ങളെയും നാവിനെയും നിയന്ത്രിക്കുന്നവൻ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. നാവിനെയും അധരങ്ങളെയും നിയന്ത്രിക്കുന്നവൻ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. പലപ്പോഴും നമുക്ക് കിട്ടുന്ന ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ നമുക്ക് തട്ടുകെട്ടുകൾ സംഭവിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ വാക്കുകളോട് തന്നെ പറയേണ്ടാത്തടുത്ത് പറഞ്ഞു പോകുന്നുണ്ടാകും അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട സ്ഥലത്ത് പറയാതെ പോകുന്നതുകൊണ്ടാണ്. ശരിയാണ്. അങ്ങനെ വരുന്നതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും തെറ്റ് സംഭവിക്കുന്നത്. ഇനി അടുത്ത ഒരു കാര്യം, നമ്മുടെ തിരുകുടുംബത്തിനെ നമ്മുടെ കുടുംബത്തിനെയും തമ്മിൽ നോക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ കുറവുള്ളൊരു കാര്യം എന്തായിരിക്കാം? ഒന്ന്, നാവ് ഞാൻ പറഞ്ഞു. രണ്ടാമത്തത് പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഗുണം അത് പരിശുദ്ധാത്മാവിന്റെ ഒരു ദാനമാണ്. ആത്മസംയമനം എന്ന് പറയും. ശരിയാണോ? പലപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നത് ഈ ആത്മസംയമനം അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും അല്ലേ? അതില്ലാതെ വരുമ്പോഴാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും കൂടുതലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പരിശുദ്ധ അമ്മയ്ക്ക് എന്തുകൊണ്ട് ഇത് ഏറ്റവും കൂടുതലുണ്ടെന്ന് പറയുന്നത് അമ്മമാരോടാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് നിങ്ങളുടെ മക്കളെ അവരെന്ത് തെറ്റ് ചെയ്തോട്ടെ അവര് കുറ്റപ്പെടുത്തി വഴിയിലൂടെ വിളിച്ചടിച്ചോണ്ട് പോവുക, നിങ്ങൾക്ക് നോക്കി വയ്ക്കാൻ പറ്റുമോ? അപ്പന്മാർക്ക് പറ്റുമോ? യോസേപ്പിതാവ് മരിച്ചു പോയായിരുന്നു, അതുകൊണ്ട് യോസേപ്പിതാവ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മാതാവ് എന്താ? മാതാവ് എന്താണ് ചെയ്തത്? ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ അത് പറഞ്ഞു വെക്കുന്നത് 2:52 അവളതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ആ ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ള ഒരു കഴിവിനെയാണ് ആത്മസംയമനം എന്ന് പറയുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. മാതാവ് ഈശോയുടെ അടുത്ത് വരുമ്പോൾ ഈശോ പറയുന്നത് ആരാണ്? എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. മാതാവ് എന്തുകൊണ്ട് ഈശോയെ തേടി വന്നത്? എന്തുകൊണ്ടാണ് ഈശോയെ തേടി വന്നത്? മകനായതുകൊണ്ട് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ മാതാവ് എല്ലാ സ്ഥലത്തും വരണേ. ഇവിടെ മാത്രമായിട്ട് വന്നെന്താ? സുവിശേഷം നന്നായിട്ട് വായിക്കുന്നവരാണെങ്കിൽ സുവിശേഷത്തെ കുറിച്ച് ധാരണയുള്ളവരാണെന്ന് മനസ്സിലാവും. യഹൂദരുടെ ഏറ്റവും വലിയ ഒരു തിന്മയാണ് ബ്ലാസ്ഫമി അല്ലെങ്കിൽ ദൈവദൂഷണം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഈ ദൈവദൂഷണം പറയുന്ന ഈശോ ദൈവദൂഷണം പറയുന്നതെന്നാണ് ഈശോയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയൊരു ആരോപണം. അതിന്റെ കൂടെ അവർ പറഞ്ഞൊരു കാര്യമാണ് ബേൽസബൂലിനെ കൊണ്ടാണ്. ബേൽസബൂൽ ആരാണ്? പിശാചുക്കളുടെ തലവൻ. ബേൽസബൂലിനെ കൊണ്ടാണ് ഇവൻ പിശാചുക്കളെ പുറത്താക്കുന്നത്. അതിനർത്ഥം എന്താ? അവന് ഭ്രാന്താണ് എന്ന് തന്നെയാണ് പറയാം. ഇത് കേൾക്കുന്ന ഒരു അമ്മയ്ക്ക് വീട്ടിലിരിക്കാൻ പറ്റുമോ? അമ്മ അവനെ പറഞ്ഞു വിട്ടതാണ് ദൈവത്തിന്റെ പണി ചെയ്യാനായിട്ട്. അപ്പൊ ആളുകൾ പറയുന്നു ഇവൻ ബേൽസബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നത്, ഇവന്റെ സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടു. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ട് ഇവനെ ആളുകൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും അവനെ മാറ്റാനായിട്ടാണ്, അവനെ സംരക്ഷിക്കാനായിട്ടാണ് അമ്മ കസിൻ ബ്രദേഴ്സിനൊക്കെ കൂട്ടിക്കൊണ്ടു വന്നത്. ശരിയാണോ? സുവിശേഷം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും കൃത്യമായിട്ടതാണ്. അതിനുശേഷമാണ് പരിശുദ്ധ അമ്മ വരുന്നത്. അങ്ങനെ വരുമ്പോ തമ്പുരാൻ പറയുന്നത് എന്താ? അങ്ങനെ ശരിക്കും മട്ടാണെന്ന് നമുക്ക് തോന്നിപ്പോ ആരാണ് എൻ്റെ അമ്മ? ആരാണ് എൻ്റെ സഹോദരങ്ങൾ? അത് കഴിഞ്ഞുള്ള വാക്ക് പരിശുദ്ധ അമ്മയോടാണ്. എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും. പരിശുദ്ധ അമ്മയെ കഴിഞ്ഞു അപ്പുറത്ത് ആരെങ്കിലും ദൈവത്തിന്റെ ഹിതം നിറവേറ്റിയിട്ടുണ്ടോ? ഇപ്പൊ പരിശുദ്ധ അമ്മ കല്ല് പറഞ്ഞാണോ? അപ്പോഴാണ് പരിശുദ്ധ അമ്മ സമാധാനത്തിന് തിരിച്ചു പോകുന്നത്. പിന്നീട് പരിശുദ്ധ അമ്മ വരുന്നത് കുരിശിന്റെ വഴിയിലാണ്. വേറെ എവിടെയെങ്കിലും നമ്മൾ പരിശുദ്ധമ്മയെ കാണുന്നുണ്ടോ? സുവിശേഷത്തില് വേറെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? കുരിശിന്റെ വഴി കഴിഞ്ഞിട്ടാണ് എന്റെ പുസ്തകം കാണുന്നത് അല്ലെ? ഇതിനിടയിൽ കാനായിലെ കല്യാണ വിരുന്ന് കഴിഞ്ഞ് ഈ ബേൽസബൂലിന്റെ ഇതല്ലാതെ പിന്നീട് കുരിശിന്റെ വഴി അല്ലാതെ പരിശുദ്ധ അമ്മയെ ഇടയ്ക്ക് എവിടെയും കാണുന്നുണ്ടോ? എവിടെയില്ല. എന്നാൽ പരിശുദ്ധ അമ്മ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു.
ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നോ? ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ പ്രത്യക്ഷത്തില് ഒരുമില്ലായിരുന്നു. അപ്പോൾ ഈ ആത്മസമ്മേളനം യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ തിരുവചനം, സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്, തന്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. നമുക്ക് ഈ ആത്മസമ്മേളനം വേണമെങ്കിൽ നമ്മൾ ആദ്യം നിയന്ത്രിക്കുന്ന ആരെയാണ്? നമ്മുടെ നാവിനെ തന്നെയാണ്. നമ്മുടെ നാവിനെ തന്നെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്. ഈ നാവിനെ കടിഞ്ഞാനിടാൻ നമുക്ക് സാധിച്ചാൽ പല പ്രശ്നങ്ങളും നമ്മുടെ കുടുംബത്തിൽ വിഷയമാകും. അതുപോലെ തന്നെ പ്രഭാഷകൻ 28-25 വാക്കുകൾ അളന്നു നോക്കി ഉപയോഗിക്കുക, വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക. ഞാനീ പറഞ്ഞു തന്നെയാണ് പറയണത്. പ്രഭാഷകൻ 28-25. സങ്കീർത്തകൻ 41:3 കർത്താവേ, എന്റെ നാവിന് കടിഞ്ഞാണിടണമേ, എന്റെ അധര കവാടത്തിന് കാവൽ ഏർപ്പെടുത്തണമേ. കാരണം നമുക്ക് ആത്മസമ്മേളനം ലഭിക്കാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നാവിന് കടിഞ്ഞാണിടുക എന്നാണ്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആത്മസമ്മേളനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു ദാനമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദാനം. ആ ദാനം നമുക്ക് ലഭിക്കാനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. നമുക്ക് ആ ദാനം ലഭിച്ചിട്ടുണ്ട് അല്ലെ? മാമോദീസായിൽ ലഭിച്ചിട്ടുണ്ട്, സ്ഥൈര്യലേപനത്തിൽ ലഭിച്ചിട്ടുണ്ട്, വിശുദ്ധ കുർബാനയിലും കുമ്പസാരത്തിലൂടെ നമുക്ക് എന്നും ലഭിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അതെല്ലാം നമ്മൾ വളർത്തിയെടുക്കുക. വിശുദ്ധ യോസേപ്പിതാവ് നീതിമാനായതും ഈ ആത്മസമ്മേളനം ഉള്ളതാണ്. കാരണം തമ്പുരാൻ പറയുന്നത് അതുപോലെ അനുസരിക്കണമെങ്കിൽ നമ്മുടെ ചില കാര്യങ്ങൾ വേണ്ടാന്ന് നോക്കണം അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് യോസേപ്പിതാവും നീതിമാനായിട്ട് മാറിയത്. ഇനി നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു കുറവ് ഇന്നത്തെ കാലത്ത് കുറച്ച് കൂടുതലാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മൊബൈൽ ഫോണും വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ഒക്കെ ആകുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബത്തിൽ കുറച്ചധികം ആയിപ്പോയ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു കുറവ് എന്ന് വേണമെങ്കിൽ പറയാം. അതെന്താ അറിയാം? വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ വിശ്വസ്തരായിരിക്കാനായിട്ടുള്ളൊരു കുറവ് അല്ലേ? അത് ഇന്നത്തെ സമൂഹത്തിൽ നിങ്ങളുടെ കുടുംബത്തിലുണ്ടോയെന്ന് എനിക്കറിയില്ല, ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മുടെ ചെറു പ്രായത്തിൽ യുവമിഥുനങ്ങളെന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ളവരിലൊക്കെ കണ്ടുവരുന്നൊരു കാര്യമാണ് ഈ വിശ്വസ്തതയില്ലായ്മ. അതിന് കാരണം നമ്മുടെ മോഡേൺ ടെക്നോളജിയൊക്കെ തന്നെയാണ്. മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാമത്തെ തിരുവചനം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്നും വിമുക്തയായിരിക്കുക. അതിനകത്ത് 3 കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ? 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1 വിശ്വാസം, 2 സമാധാനം, 3 രോഗമില്ലാത്ത അവസ്ഥ അല്ലെ? നമ്മുടെ പൗലോസ്ലീഹ എഴുതി കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, നമ്മൾ എന്തുകൊണ്ടാണ് രോഗികളായിട്ട് മാറുന്നത്? എന്തുകൊണ്ടാണ് അറിയില്ലല്ലോ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം, അതിനകത്ത് പൗലോസ്ലീഹ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് രോഗികളായിട്ട് മാറുക. അയോഗ്യതയോടുകൂടി ഈ അപ്പം ഭക്ഷിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ പലരും രോഗികളും ആകുലരും നിങ്ങളിൽ ചിലർ മരിച്ചു പോകുന്നതിനും കാരണമായി തീരുന്നത്. ഇത് തന്നെയാണ് മാർക്കോസ് പറയുക, നിന്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നു. നമുക്ക് രക്ഷ വേണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം. ആരില് വേണം? ദൈവത്തിന് വേണം. നമ്മുടെ കുടുംബത്തെ പറ്റി പറയുമ്പോൾ ആരില് വേണം? നമ്മുടെ ജീവിത പങ്കാളിയിൽ വേണം. ആ വിശ്വാസം നമ്മൾ കാത്തുപാലിക്കണം. ആ വിശ്വാസം കാത്തുപാലിച്ചില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തില് രക്ഷ ഉണ്ടാവില്ല. ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ ഒരാളെ ഫോൺ വിളിച്ചോണ്ടാണ് വന്നത്. അത് കുറച്ച് കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു കേസാണ്. കുറച്ച് കാലമായിട്ട് ഞാൻ ഡീൽ ചെയ്തൊരു കേസാണ്. ഒരു അമ്മയും മകളും തമ്മിലുള്ള കേസാണ്. അമ്മയ്ക്ക് മകളെ വേണ്ട. അമ്മ ഇങ്ങനെ ലാവിഷായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്
ഡൈവോഴ്സ് ഒക്കെ മേടിച്ചതാണ്. അന്ന് ആവശ്യത്തിന് മകളെ കൂടെ കൂട്ടി. മകൾക്ക് എൻ്റെ 16 വയസ്സുണ്ട്, 10ാം ക്ലാസ്സിൽ പരീക്ഷ ചെയ്തിട്ടിരിക്കുകയാണ്. മകളെ അമ്മയുടെ അനുജത്തിയെ ഏൽപ്പിച്ചിട്ടാണ് അമ്മ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അനുജത്തി മകളെ കൊടുക്കാനായിട്ട് തയ്യാറാണ്. ഈ 10-16 വർഷവും കൊച്ചിനെ വളർത്തിയതാരാണ്? അനിയത്തിയാണ്. അനുജത്തി അതിൻ്റെ പേരിൽ അതും ഈ അമ്മ കാരണം ഡിവോഴ്സായി. അനുജത്തിക്ക് 2 മക്കളാണ് ഉള്ളത്, 2 ആൺമക്കൾ. മൂത്തയാള് ചേച്ചിയുടെ കൂടെയാണ്, മനസ്സുകൊണ്ട് അമ്മ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അമ്മ ആന്റിക്ക് കൊച്ചിനെ കൊടുക്കാത്തതുകൊണ്ടാണ് ആന്റി പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ് അവൻ പറയുന്നത്. 2ാമത്തെ ആൾ അമ്മയുടെ കൂടെ തന്നെയാണ്, അനിയത്തിയുടെ കൂടെ തന്നെയാണ്. അപ്പോൾ അവരാണ് കൊച്ചിനെ നോക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ മാർച്ച് 31-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു കൊച്ചിനെ അമ്മ സ്വീകരിക്കണമെന്നാണ് കോടതി ഉത്തരവ്. അമ്മ സ്വീകരിക്കുമ്പോൾ കോടതി പറഞ്ഞൊരു കാര്യം ഇത്രേ ഉള്ളൂ: അമ്മ തന്നെ കൊച്ചിനെ വളർത്തണം, അമ്മയായിരിക്കണം ഗാർഡിയൻ. ഇനി ഹോസ്റ്റലിലാക്കിയാലും എന്ത് ചെയ്താലും അമ്മയായിരിക്കണം. അമ്മ പറഞ്ഞു, എനിക്ക് അതിന് സമയമില്ല, ഞാൻ എൻ്റെ സഹോദരനെ കൊണ്ട് നോക്കാം. ഈ അമ്മ തന്നെ 2 വർഷം മുമ്പ് സഹോദരൻ ഇതിനെ ഭ്രാന്തനെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് ഇതേ കോടതിയിലാണ്. കോടതി പറഞ്ഞു നടക്കൂല, അമ്മ തന്നെ സ്വീകരിക്കണം. അവസാനം നിവൃത്തിയില്ലാതെ ഈ മാസം 5-ാം തീയതി അമ്മ കൊച്ചിനെ സ്വീകരിച്ചു കോടതിയിൽ പോയിട്ട്. അമ്മയുടെ വീടും ഇവരുടെ കൊച്ചിൻ്റെ വീടും ഈ ആന്റിയുടെ വീടും തൊട്ടടുത്ത് തന്നെയാണ്, മുൻപിലും പുറകിലുമായിട്ടാണ്. രാത്രിയിൽ കൊച്ചിനെ അവിടെയിട്ട് ടോർച്ചർ ചെയ്ത് വെള്ളത്തിൽ കഴിയുമ്പോൾ കൊച്ചിറങ്ങിപ്പോകും. കൊച്ച് അമ്മയെ അമ്മ എന്നും ആന്റിയെ മമ്മി എന്നാണ് വിളിക്കുന്നത്. കൊച്ച് വന്നിട്ട് മമ്മിയോട് ചോദിച്ചു, മമ്മിക്ക് എന്നെ നോക്കാൻ പറ്റുമോ? എനിക്ക് സ്വത്തൊന്നും വേണ്ട, മമ്മി എന്നെ നോക്കാൻ പറ്റുമോ? ഞാൻ മമ്മിയോട് വന്നു. നമ്മൾ എന്ത് പറയും? എന്താണ് പറയാൻ പറ്റുക? കൊച്ചിന്റെ വിശ്വാസം ആരല്ല? മമ്മിയിലാണ്. അമ്മയുടെ കൂടെ എന്നെ വിട്ട അമ്മ എന്നെ കൊല്ലും. അതാണ് കൊച്ചു പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും രക്ഷയും ഇത് രണ്ടും ഒന്നിച്ചിരിക്കുന്നതാണ് അല്ലേ? അപ്പോൾ മമ്മി പറഞ്ഞു, നിന്നെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ നിന്നെ നോക്കും. ഇന്നും കൊച്ചു മമ്മിയുടെ കൂടെയാണ്. ഇന്നലെ വനിതാ കമ്മീഷനിൽ കേസ് കൊടുത്തെന്ന് പറഞ്ഞു, കൊച്ചിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ്. വനിതാ കമ്മീഷൻ വന്നു, അന്വേഷിച്ചു, അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. കൊച്ചവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് പോയി. ഒരു നന്മയെ തിന്മയാക്കി മാറ്റുന്നതും തിന്മയെ നന്മയാക്കി മാറ്റുന്നതും എങ്ങനെയാണ്? അത് നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസമാണ്, കുടുംബത്തിലുള്ള വിശ്വാസമാണ്. ആ ഒരു വിശ്വാസം നമുക്കില്ലെങ്കിൽ നമുക്ക് സമാധാനം നഷ്ടപ്പെടും. ആ സമാധാനം നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും? നമ്മൾ രോഗികളായിട്ട് മാറും. പണം ഉണ്ടെങ്കിൽ എന്തും നേടാമെന്ന് നമുക്ക് പറയാൻ പറ്റും, പക്ഷെ എവിടം വരെ നേടും എന്നും കൂടെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 27 തിരുവചനം: വിശ്വസിച്ചാല് നീ ദൈവമഹത്വം ദർശിക്കും. വിശ്വസിച്ചാല് നീ ദൈവമഹത്വം ദർശിക്കും. ആ വിശ്വാസത്തിലേക്ക് വന്നതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുക, സഖ്യവൂസ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഈശോയെ വിശ്വസിച്ചു, ഈശോ പറഞ്ഞ കാര്യങ്ങളെ വിശ്വസിച്ചു. എനിക്കൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, തമ്പുരാൻ എന്നെ നോക്കിക്കൊള്ളു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൊടുത്തു. തമ്പുരാൻ ധനികനായ യുവാവിനോട് പറഞ്ഞെന്താ? ഉള്ളതെല്ലാം കിട്ടുന്ന രീതിയിൽ കൊടുക്കുക, എന്നിട്ട് നീ എന്നെ അനുഗമിച്ചു, അപ്പൊ നിനക്ക് ദൈവരാജ്യം കിട്ടും. പക്ഷെ അവൻ ദുഃഖിച്ചു പോയി. പക്ഷെ സഖ്യവൂസ് എന്താ പറഞ്ഞത്? എനിക്കുള്ളതെല്ലാം ഞാൻ കൊടുക്കാം. അതൊന്ന് ചോദിച്ചോട്ടെ. അതായത് സഖ്യവൂസ് തട്ടിയെടുത്തിട്ടുള്ളതെല്ലാം 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തു. അതിന് മുമ്പ് എന്താ ചെയ്ത്? സമ്പത്തിന്റെ പകുതി ആർക്ക് കൊടുത്തു? ദരിദ്രർക്ക് കൊടുത്തു. പിന്നെ അവരുടെ ബാക്കി എന്തെങ്കിലും ബാക്കിയാണോ? നമ്മളിവിടെ അത്രയും സമ്പാദിച്ചിട്ടുണ്ടാവും അല്ലേ? പക്ഷെ സമ്പാദ്യത്തിന് പകുതി കൊടുത്തിട്ട് 4 ഇരട്ടിയായിട്ടൊക്കെ തിരിച്ചു കൊടുക്കാനുണ്ടാവോ? എന്തോരം സമ്പാദിച്ചത് കണക്കൊന്നും കൂട്ടി. നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് 100 രൂപ വാങ്ങിയാൽ 100 രൂപ തട്ടിയെടുത്തു, അത് 400 തിരിച്ചു കൊടുക്കേണ്ടത് അല്ലേ? നമ്മൾ എന്തോരം സമ്പാദിച്ചാലും ഞങ്ങൾ ഒന്നും ഉണ്ടാവില്ല. സിക്കമോർ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. സിക്കമോർ എന്നുള്ള
ഒരു കഥ. ആ കഥയിൽ പറയുന്നത് പ്രകാരമാണ്, സക്കേവസിനെല്ലാം കൊടുത്തു. സക്കേവസ് ശാന്തമായിട്ട് കുടുംബത്തിൽ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് സക്കേവസ് പെട്ടെന്ന് ഒരു ദിവസം അപ്രത്യക്ഷം. സക്കേവസിനെ ആരും കാണുന്നില്ല. ഒരു മാസം കഴിയുമ്പോൾ സക്കേവസ് തിരിച്ചു. ഇത് പതിവായി. അപ്പോൾ ഭാര്യയ്ക്ക് ഒരു സംശയം, സക്കേവസിന്റെ ഭാര്യയ്ക്ക്, ഈ 1 മാസം 2 മാസമൊക്കെ ഇവരോട് പോകും, ആരോടും പറയുന്നില്ല എങ്ങോട്ടാ പോകുന്നത്. കുറച്ച് ദിവസം വീട്ടിലുണ്ടാവും. ഇപ്പോൾ 1 വർഷം വീട്ടിൽ ഉണ്ടെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പോൾ ഒരു പോക്ക് പോകും. പിന്നെ 1 മാസം 2 മാസം കഴിയുമ്പോൾ തിരിച്ചു വരും. പിന്നെ ശാന്തമായിരിക്കും. അപ്പോൾ ഇവരുടെ സംശയം. സക്കേവസിന്റെ ഭാര്യ പള്ളിയിൽ പോയി അച്ഛനോട് പറഞ്ഞു, അച്ഛാ സക്കേവസിന്റെ പണി ഇതാണ്, ഇടയ്ക്ക് ഇങ്ങനെ പോവുകയാണ്, എവിടെ പോവുകയാണെന്ന് ഒരു പിടുത്തമില്ല. വികാരച്ചൻ എന്ന് പറയാൻ പറ്റുമൊന്നും പറയാൻ പറ്റില്ല. വികാരച്ചൻ പാരിഷ് കൗൺസിലിൽ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, സക്കേവസ് ഇങ്ങനെ പോകുന്നു എന്നാണ് പറയുന്നത്, നമുക്കൊന്ന് കണ്ടുപിടിക്കാം. കൈക്കാരന്മാർ റെഡിയായി, ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ അച്ഛൻ്റെ നേതൃത്വത്തിൽ കൈക്കാരന്മാരെല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. സക്കേവസ് പോകുന്ന ദിവസം നോക്കി. സക്കേവസ് ഏതാണ്ട് പോകുന്ന സമയമാകുമ്പോൾ ഭാര്യയ്ക്ക് അറിയാം. കാരണം ഇപ്പൊ കുറെ പ്രാവശ്യമായിട്ട് പോകുന്നു. അത് കുറച്ച് അസ്വസ്ഥതയൊക്കെ കാണിക്കുന്ന സമയത്താണ് അവൻ പോകുന്നത്. അപ്പം ഭാര്യ സിഗ്നൽ കൊടുത്തു, ഇപ്പൊ ഈ ദിവസങ്ങളിൽ 1-2 ദിവസത്തിനുള്ളിൽ പോകും. സക്കേവസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കൈക്കാരന്മാർ 2 പേരും കൂടെ ഇച്ചിരി പതുക്കെ കുറച്ച് മാറി അവൻ കാണാതെ പുറകെ പോയി. കുറച്ച് കഴിയുമ്പോൾ പുറകെയുള്ള സ്ഥലത്തേക്കാണ് കയറി പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഇവർക്ക് കുറച്ച് കഴിയുമ്പോൾ പേടി, അവൻ എങ്ങോട്ടാ പോകുന്നറിയില്ല. അവിടെ ചെന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഇവർ കാണുന്നത് വലിയൊരു സിക്കമരമുണ്ട്. ആ മരത്തിന്റെ ചുവട്ടിലാണ് സക്കേവസ് പോയിട്ട് ഇരിക്കുന്നത്. വെറുതെ അവിടെ ഇരിക്കുകയാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ സിക്കമര മരത്തെ കെട്ടിപ്പിടിച്ച് കരയും. കുറെ കാര്യങ്ങൾ പ്രാർത്ഥനയൊക്കെ ആയിട്ട് പറയും. അപ്പോൾ എന്നിട്ട് ഇവർക്ക് അതിശയായി. വികാരച്ചനെ വിളിച്ചു. വികാരച്ചൻ വന്നു സക്കേവസിനോട് വിളിച്ചു ചോദിച്ചു, എന്താണ്? സക്കേവസ് പറഞ്ഞു, ഞാൻ തമ്പുരാനെ കണ്ടത് ഈ സിക്കമര മരത്തിലാണ്. തമ്പുരാനോട് എന്റെ സങ്കടം പറയാനാണ് വരുന്നത്. ആ തമ്പുരാനോട് സങ്കടം പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടും. ആ ആശ്വാസം കൊണ്ട് ഞാൻ തിരിച്ചു പോകും. ആ ആശ്വാസം തീരുമ്പോൾ ഞാൻ വീണ്ടും തമ്പുരാന്റെ ഇടയിലേക്ക് വരും. ഇതൊരു കഥയാണ്. ഈ കഥയുടെ അവസാനം പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ സിക്കമര മരങ്ങളാണ്. ആ സിക്കമര മരം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ മുറികളാണ്, നമ്മുടെ ദേവാലയങ്ങളിലെ സക്രാരികളാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമാണ് ഈ സിക്കമര മരങ്ങളായിട്ട് മാറണം. നമ്മുടെ ഹൃദയങ്ങൾ സിക്കമര മരങ്ങളാവുന്നത് നമുക്കല്ല, മറ്റുള്ളവർക്കാണ്. നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന തമ്പുരാനെ കാണാനായിട്ട്, ആ തമ്പുരാനോട് സംസാരിക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് കഴിയും. അങ്ങനെ കഴിയുമ്പോൾ അവർക്ക് സമാധാനവും സംരക്ഷണവും അവർക്ക് രക്ഷയും കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. സക്കേവസിനെ അസ്വസ്ഥത മാറ്റുന്ന സിക്കമരങ്ങളെ പോലെ ഏറ്റവും വലിയവനായിട്ട് സിക്കമരമായിട്ട് നമ്മുടെ ഇടയിൽ സക്രാരിയിലെ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്നുണ്ട്. വല്ലപ്പോഴെങ്കിലും ആ തമ്പുരാന്റെ മുന്നിലേക്ക് ഒന്ന് പോവുക. ആ സിക്കമര മരത്തിലേക്ക് ഒന്ന് പോയിട്ട് ഒന്ന് ശക്തി ആർജിച്ചത് തിരിച്ചു വന്നാൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാ വിശ്വസ്തതയുടെ കുറവുകളും മാറും. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. എന്താണ് വിശ്വാസം എന്നാണ് അവിടെ പറയുക. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യമാണ്. അതാണ് വിശ്വാസം. പലപ്പോഴും നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ തന്നെ വിശ്വസിക്കേണ്ടി വരും. നമുക്ക് കാണപ്പെടാത്തവ ലഭിക്കുമെന്നുള്ള ഉറപ്പായിട്ടും അല്ലെങ്കിൽ കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ളൊരു ബോധ്യമായിട്ടും നമ്മൾ നമ്മുടെ കുടുംബത്തെ കാണേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നമുക്കൊന്നും കാണില്ല, നമുക്കൊന്നും കിട്ടില്ല, സ്നേഹം കിട്ടില്ല, കെയറിങ് കിട്ടില്ല, ചിലപ്പോൾ ഒന്നും നമുക്ക് ലഭിച്ചൊന്നും വരില്ല. പക്ഷെ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ വിശ്വാസത്തിൽ അത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. പലപ്പോഴും പലരും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ആരും ഒന്നും മനസ്സിലാക്കുന്നില്ല, അല്ലെ? നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ കുടുംബത്തിൽ പലപ്പോഴും ഉള്ളതാണ്. നമ്മൾ എന്തൊക്കെ ചെയ്താലും ചിലപ്പോൾ ഒന്നും ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. അതിന് ഈ ഹെബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായം 1-ാമത്തെ തിരുവചനം നമ്മളെ സഹായിക്കും. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തതുണ്ട് എന്നുള്ള ബോധ്യവുമാണ്.
സംഖ്യയുടെ പുസ്തകം 5-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനം. അത് ഈ വിശ്വസ്തത ഒഴിവാക്കാനായിട്ട്, വിശ്വസ്തത നഷ്ടപ്പെടാനായിട്ടുള്ള ഒരു കാരണമാണ്. ഭർത്താവിന് അസൂയ ജനിച്ച് അശുദ്ധിയായ ഭാര്യയെ സംശയിക്കുകയോ, അശുദ്ധത ഇല്ലെങ്കിലും അസൂയ മൂലം സംശയിക്കുകയോ ചെയ്തതാണ്. എന്തുമൂലമാണ്? അസൂയ മൂലം. എന്തുകൊണ്ടാണ്? സംശയം. ഇത് രണ്ട് പ്രശ്നമാണ്. അസൂയ ഉണ്ടായാലും സംശയമാണ്, അസൂയ ഉണ്ടായാലും പ്രശ്നമാണ്, സംശയം ഉണ്ടായാലും പ്രശ്നമാണ്. ഇത് രണ്ടും ഉണ്ടാകുന്നത് രണ്ടും പരസ്പര പുരോഗതികളാണ്. അപ്പൊ സംഖ്യയുടെ പുസ്തകത്തിലാണ് അത് പറയുന്നത്. ഭർത്താവിന് അസൂയ ജനിച്ച് അശുദ്ധമല്ലാത്ത ഭാര്യയെ അശുദ്ധിയായിട്ട് തോന്നാം. അതുപോലെ തന്നെ അശുദ്ധിയായ ഭാര്യയും അശുദ്ധിയായിട്ട് അല്ലെങ്കിൽ സംശയമായിട്ട് തോന്നാം. റോമാക്കാർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. സംശയത്തോടെ ഭക്ഷിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. എന്തെന്നാൽ വിശ്വാസം അനുസരിച്ചല്ല അവൻ പ്രവർത്തിക്കുന്നത്, വിശ്വാസത്തിൽ നിന്നല്ലാതെ ഉത്ഭവിക്കുന്നത് എന്തും പാപമാണ്. നമ്മുടെ കുടുംബത്തില് ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ്? വിശ്വാസം. ആ വിശ്വാസം ഇല്ലെങ്കിൽ ഈ സംശയം ഉണ്ടാവും. ഞാനത് പറയാനായിട്ടുള്ള കാരണം, റോമാക്കാർക്കെഴുതിയ ലേഖനം പറയാനായിട്ടുള്ള കാരണം, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എന്ത് ഭക്ഷിക്കുന്നത് വിശ്വാസത്തോടെയാണ് അല്ലെ. ഗ്രീഷ്മയും ജോലിയൊക്കെ ആണെങ്കിലോ കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് ആ ഒരു വിശ്വാസം വേണം. തീരെ നിസ്സാരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പോലും നമുക്ക് വിശ്വാസം വേണം. ഇല്ലെങ്കിൽ നമുക്ക് കുടുംബത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരക്ക് തുല്യമാണ്. ഈ വിശ്വാസത്തിന് ഏറ്റവും വലിയ കോട്ടം തട്ടുന്ന ഒരു സംഭവമാണ് ഈ സംശയം എന്ന് പറയുന്നത് അല്ലെ. ഭർത്താവിന് ഭാര്യയെ സംശയം, ഭാര്യയ്ക്ക് ഭർത്താവിന്റെ സംശയം, മക്കൾക്ക് മാതാപിതാക്കളെ സംശയം, എല്ലാവരും സംശയം. ആ സംശയം ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? യാക്കോബ് ശ്ലീഹ പറയുന്നത് സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. എന്ത് വേണമെങ്കിലും നമ്മുടെ കുടുംബത്തില് സംശയമില്ലാതെ വിശ്വാസത്തോടെ വേണം നമ്മൾ ചോദിക്കാൻ. അങ്ങനെ വിശ്വാസത്തോടെ ചോദിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്കെല്ലാം ലഭിക്കും. അങ്ങനെ നമ്മൾ സംശയിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്, നമ്മൾ തിരമാല പോലെയാണെന്ന് പറയണം. അങ്ങോട്ടും മാറാം, ഇങ്ങോട്ടും മാറാം. യാക്കോബ് ശ്ലീഹ തുടർന്ന് പറയുന്ന പ്രകാരമാണ് 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനം. സംശയ മനസ്കനും എല്ലാ കാര്യങ്ങളും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. നമ്മൾ സംശയിച്ച് ചഞ്ചല ചിത്തരായിരുന്നാല് കർത്താവിൽ നിന്ന് നമുക്കൊന്നും ലഭിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു കാര്യവും നമുക്ക് ലഭിക്കില്ല. കാരണം തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് കടുകുമണിയോടെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളെ സംശയിക്കാതെ ഈ മരത്തോട് ഇവിടെ നിന്ന് മാറി കടലിൽ പോയി വീഴുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് ആഗ്രഹമുണ്ടോ, സംഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ, അവയെല്ലാം വിശ്വാസത്തോടു കൂടി സംശയിക്കാതെ ചോദിച്ചാൽ നമുക്ക് ലഭിക്കും. നമ്മുടെ കുടുംബത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക. ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ് അല്ലെ. നാവ്, ആത്മസംയമനം, വിശ്വാസം, ഇവ 3 ഒന്നിച്ചു പോകുന്നതാണ് അല്ലെ. ഇതിനെല്ലാം തകർക്കാൻ, ഈ വിശ്വാസത്തെ തകർക്കാൻ എന്ത് മതി? നാവ് മതി അല്ലെ. നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ നമ്മൾ സഹിച്ചു നിൽക്കുന്ന ഒരു കാര്യം, അതിനെ കെട്ടുപിടിക്കാൻ എന്ത് മതി? നാവ് മതി. അതെയല്ലേ? ഒരു വാക്ക് പറഞ്ഞാൽ മതി, എല്ലാം അതോടുകൂടി തീരും. അപ്പോ നമുക്ക് ഒന്ന് വിചിന്തനം ചെയ്യാം. നമ്മുടെയൊക്കെ കുടുംബത്തില്, നമ്മുടെയൊക്കെ ജീവിതത്തില് നമുക്ക് ഈ 3 കാര്യങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തില് ഈ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നിലനിർത്താനായിട്ട് ഇവയൊക്കെ ചെയ്താൽ നമുക്ക് സാധിക്കും. തിരുക്കുടുംബത്തില് അത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മാതാവിനെ യോസേപ്പിതാവിന് ഭയങ്കര വിശ്വാസമാണ്. യോസേപ്പിതാവിന് മാതാവിനെ വിശ്വാസമുള്ളതുപോലെ തന്നെ മാതാവിന് യോസേപ്പിതാവിനെയും ഭയങ്കര വിശ്വാസമായിരുന്നു.
ഒരു കാര്യമുണ്ട്. മാതാവ് കന്യകയാണ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയുന്നത് ഈശോയ്ക്ക് സഹോദരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? ഏത് സുവിശേഷമാണ് പറയുന്നത് ഈശോയുടെ സഹോദരങ്ങളെ കുറിച്ച്? മാർക്കോസ് സുവിശേഷം പറയുന്നത് പരിശുദ്ധ അമ്മയും ഈശോയുടെ സഹോദരങ്ങളും അവനെ കാണാൻ വന്നു പറയുന്നത് അല്ലേ? അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് മാതാവിന്റെ സെക്രട്ടറിയും വേറെ പിള്ളേരുണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ഉണ്ടായിരുന്നോ? അതിനുള്ള കഥകളാണ് അത് പോലെ ചെയ്യുന്ന മനസ്സിലായതാ. ജോണിലല്ല, ലൂക്കായിൽ തന്നെയുണ്ട്. ലൂക്കായിലും മത്തായിലും ഉണ്ട്. അവൻ എഴുന്നേറ്റ് അവളെ ഭാര്യയായി സ്വീകരിച്ചു. ശിശു ജനിക്കുന്നതോടെ അവൻ അവളെ അറിഞ്ഞിട്ടില്ല. അതിനർത്ഥം അതിനുശേഷം അറിഞ്ഞതാണ്. അതിനുശേഷം അറിഞ്ഞതാണ്. ആ വചനം പറഞ്ഞു തന്നെയാണ് മറ്റവരും പറയുന്നത് അവർക്ക് വേറെ മക്കളുണ്ടായിരുന്നു. പക്ഷെ സുവിശേഷത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? പഴയ നിയമത്തിൽ പറയുന്ന ഒരു ശൈലിയാണത്. പഴയ നിയമത്തിൽ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും, മരണം വരെ അവർ പരസ്പരം അറിഞ്ഞില്ല. അതിനർത്ഥം എന്താ? മരണത്തിന് ശേഷം അറിഞ്ഞു എന്നാണ്. അവരറിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു ശൈലിയാണ്, ബൈബിളിൽ പറയുന്ന ഒരു ശൈലിയാണ്. അതുവരെ അവർ അറിഞ്ഞിരുന്നില്ല. അതേ ശൈലിയാണ് ഇവിടെ സുവിശേഷകന്മാർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ശിശു ജനിക്കുന്നത് വരെ അവളെ അറിഞ്ഞില്ല. അതിനർത്ഥം അതിനുശേഷം അവൻ അവളെ അറിഞ്ഞതല്ല. കൺഫ്യൂഷനായ നമ്മുടെ സുവിശേഷം മുഴുവൻ വായിച്ചു വരുമ്പോൾ സുവിശേഷത്തിന്റെ ഒരു ശൈലി എങ്ങനെയാണ്, സുവിശേഷം എഴുതി വെച്ചിരിക്കുന്ന ഒരു രീതി അങ്ങനെയാണ്. ആ ഒരു ശൈലിയിലാണ്. ഇന്ന് മുതൽ സുവിശേഷം വായിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവും. എല്ലാ കാര്യങ്ങളും പറഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതിനുശേഷം അറിഞ്ഞില്ല എന്ന് പറയുന്നതിന്, അല്ലെങ്കിൽ അവൻ അവളെ അറിഞ്ഞേ ഇല്ല എന്ന് പറയുന്നതിന് പകരം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: അതുവരെ അവർ തമ്മിൽ അറിഞ്ഞില്ല. ഞാൻ വെറുതെ പറയുന്നതല്ല, സുവിശേഷം ആദ്യം പോലെ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മരണം വരെ അറിഞ്ഞിരുന്നില്ല, അവന്റെ വാർദ്ധക്യം വരെ അറിഞ്ഞിരുന്നില്ല. അങ്ങനെയൊക്കെയാണ് അതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുക സുവിശേഷത്തിൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതും ഇത് തന്നെയാണ്: വിശ്വസ്തരായിരിക്കുക, പരസ്പരം വിശ്വസ്തരായിരിക്കുക. ആ വിശ്വസ്തരായിരിക്കുവാനായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവാം, പ്രയാസങ്ങളുണ്ടാവാം. തമ്പുരാൻ പറയുന്നത് പോലെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ആ പ്രശ്നങ്ങളെ സൂര്യാസ്തമം വരെ നീട്ടിക്കൊണ്ടു പോകരുത്. അതിനെന്താണ് ചെയ്യേണ്ടത്? ഇന്നത്തെയൊക്കെ ഒരു കാലത്ത് ഞാനിപ്പം ചിന്തിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങള് ഒരച്ഛൻ്റെ കസിൻസ് വന്നിട്ടുണ്ട്. അവരെ കുട്ടിക്കൊണ്ട് അക്ഷരം കാണാനായിട്ട് പോയി. ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 15 വർഷമായിട്ട് കണ്ടത്. കാരണം വരുന്ന എല്ലാവരെയും അത് കാണിക്കാൻ കൊണ്ടുപോയി എനിക്കത് മുഴുവൻ കാണപ്പെടണം. അപ്പോൾ അങ്ങനെ അവരെ കൊണ്ട് പോയപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, മൊബൈല്, സ്മാർട്ട് വാച്ച്, ഇലക്ട്രോണിക് ഐറ്റങ്ങളൊന്നും അകത്തവർ കയറ്റിവിടില്ല. എല്ലാം ഞങ്ങൾ വണ്ടിക്കകത്ത് വെച്ചിട്ടാണ് പോയത്. പക്ഷെ ഒരു സ്മാർട്ട് വാച്ച് ഊരി വെക്കാനായിട്ട് മറന്നുപോയി. അപ്പം ഫ്രിസ്കിങ്ങിന് വരുമ്പോൾ അവർ തിരിച്ചു വരും. ഞങ്ങളെല്ലാവർക്കും കൊച്ചു പുറത്തുപോയി. അപ്പോൾ കൊച്ചിൻ്റെ അപ്പൻ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തോട്ട് പോയി. ഞങ്ങളകത്തുണ്ടല്ലോ, വേറെ കൊച്ചുകൂടെയുണ്ട്. അപ്പോൾ അവളെ നോക്കി ഞങ്ങളകത്തിരിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 അച്ഛന്മാർ. അപ്പം ഞങ്ങളുടെ അകത്തിരിക്കുന്ന സമയത്ത് ഞാനകത്ത് പോയി ടിക്കറ്റ് എടുത്തു. ഇവർ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ അപ്പം തിരിച്ചുകൂടി വന്നിട്ട് ഞങ്ങൾ ഇരിക്കുന്നിടത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു 50 രൂപ. കാരണം സ്മാർട്ട് വാച്ച് വെക്കണമെങ്കിൽ അവിടെ കൗണ്ടർ വെക്കണമെങ്കിൽ 50 രൂപ കൊടുക്കണം. 50 രൂപ. എന്നിട്ട് പുള്ളി തിരിച്ച് സ്മാർട്ട് വാച്ച് വെക്കാനായിട്ട് പോയി. ആ സമയത്ത് ഞങ്ങൾ ചിന്തിച്ചൊരു കാര്യമാണ്, ഞങ്ങൾക്ക് അവിടെ ഇരുന്നപ്പോൾ തോന്നിയൊരു കാര്യമാണ്. അക്ഷരാമല വരുമ്പോൾ
നമുക്കൊന്നും കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. മൊബൈൽ ഫോണില്ല, ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നുമില്ല. നമ്മൾ വെറുതെ കാഴ്ചക്കാരായിട്ട് അതിനകത്ത് പോകണം. ഇപ്പോൾ എന്തെങ്കിലും വഴക്കടിച്ച് പരസ്പരം സംസാരിക്കാതിരിക്കുന്ന രണ്ടുപേരെ നമ്മൾ തന്ത്രവും അതിനകത്ത് കൊണ്ടുപോയി വിട്ടിട്ട് പോയാൽ ഒന്നില്ലെങ്കിൽ അവരടിച്ചു വരികയും അല്ലെങ്കിൽ അവർ പറയാനുള്ളതെല്ലാം പറഞ്ഞു തരും. ശരിയാണല്ലോ? ഇന്ന് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെ നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങൾ തീരാനായിട്ട് കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ നാവിനെ നിയന്ത്രിക്കണമെന്ന്, പക്ഷെ പലപ്പോഴും പറയേണ്ട കാര്യങ്ങൾ പരസ്പരം പറയാത്തത് കൊണ്ടും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളെ, ഇപ്പം ഞങ്ങളുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അതിനർത്ഥം അതല്ല. പ്രശ്നങ്ങളുള്ള കുടുംബങ്ങളുണ്ടാവാം. നമ്മൾ അറിയുന്നവർക്ക് പറഞ്ഞു കൊടുക്കുക, നമ്മൾ ഇരുന്ന് സംസാരിച്ച് തീർക്കുക. രാത്രിക്കുണ്ടായ പ്രശ്നം രാവിലെ ഉണരുന്നതിന് മുമ്പ് തീർക്കുക. രാവിലെ ഉണർന്നു കഴിഞ്ഞുണ്ടാകുന്ന പ്രശ്നം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തീർക്കുക. അതിനിടയിൽ പ്രശ്നങ്ങളെല്ലാം തീർക്കുക. ഓഫീസിലെ പ്രശ്നം ഒരിക്കലും കുടുംബത്തോട് കൊണ്ടുവരാതിരിക്കാനായിട്ട് പരിശ്രമിക്കുക. നമ്മുടെ എല്ലാ ടെൻഷനും ഫ്രസ്ട്രേഷനും എല്ലാം ഓഫീസിലെ ഒരിക്കലും ഉപേക്ഷിക്കുക. പിറ്റേ ദിവസം ചെല്ലുമ്പോൾ ഇടുക. വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലെ കാര്യം മാത്രം. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് എങ്കിലും അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുന്നവരാണ് നമ്മുടെ കുടുംബങ്ങൾ കൂടുതൽ ഭദ്രമാവുക. പലപ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ സംസാരിക്കാൻ ആരും ഇല്ലാത്തപ്പോഴാണ് മൊബൈൽ, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി പോകുന്നത്, വഴിതെറ്റി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ ഒരിക്കൽ കൂടി തമ്പുരാന്റെ സന്നിധിയിൽ തിരുക്കുടുംബത്തിന്റെ മധ്യസ്ഥതയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നടന്നു പറയണേ സ്വസ്തി, കർത്താവ് അമ്മയോടുകൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ദൈവത്തിനുള്ളതായ യേശു അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.